ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിൽപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനിൽപ്പൂ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ചെമ്പനിൽപ്പൂ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗം എന്നത് നമ്മുടെ സച്ചി രേവതിയും പങ്കെടുക്കുന്ന അതേ ചടങ്ങിൽ തന്നെ ബീരാനിക്ക പങ്കെടുത്തതാണല്ലേ. പരമാവധി സച്ചി രേവതി കാണാനിരിക്കുന്നതിന് വേണ്ടി ബീരാനിക്ക് ഒഴിഞ്ഞു മാറി നടക്കുന്നുണ്ടെങ്കിലും ബീരാൻ്റെ കഷ്ടകാലം എന്ന് പറയട്ടെ. ഇന്നത്തെ പ്രമോയിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ബീരാൻ കൃത്യമായിട്ട് സച്ചിയുടെ രേവതിയുടെ മുന്നിൽ പെടുന്നുണ്ട് കേട്ടോ. അപ്പം അതിനുശേഷം അതായത് നമ്മുടെ ബീരാനിക്ക സച്ചിയുടെ രേവതിന് മുന്നിൽ പെട്ടതിന് ശേഷം സത്യാവസ്ഥകളെല്ലാം തന്നെ അറിയുന്നുണ്ട് കേട്ടോ. ബീരാനും ശ്രുതിയും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന് ശ്രുതിക്ക് മലേഷ്യയിൽ ആരും തന്നെ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയുകയാണ് കേട്ടോ. അപ്പോൾ തങ്ങൾക്ക് കിട്ടിയ ആ വിവരങ്ങളെല്ലാം തന്നെ സച്ചി രേവതിയും ബീരാനെയും കൂട്ടിക്കൊണ്ട് നേരെ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം ബീരാനെ കൊണ്ട് തന്നെ എല്ലാ സത്യങ്ങളും തുറന്നു പറയിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ എല്ലാവർക്കും ഭയങ്കര ഷോക്കാവുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ ശ്രീകാന്തും പക്ഷേ ടൂറിൻ്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയത് കൊണ്ട് തന്നെ ഇവരൊഴികെ ബാക്കി എല്ലാവരും തന്നെ ആ ഒരു കാര്യങ്ങൾ അറിയുകയും അവർക്ക് എല്ലാവർക്കും അത് ഭയങ്കര ഷോക്കാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സംഭവം അറിയുന്ന നേരത്തെ തന്നെ നമ്മുടെ ചന്ദ്രയുടെ സ്വഭാവം അറിയാലോ. പണക്കാരിയാണെന്ന് മരുമകളാണ് എന്ന് കരുതിക്കൊണ്ടാണ് ശ്രുതിനെ തന്നോട് ചേർത്ത് നിർത്തിയത്. അപ്പോൾ മലേഷ്യയിൽ ഇവർക്ക് ആരുമില്ല, ഇവർക്ക് പണമൊന്നുമില്ല എന്നൊക്കെ അറിയുമ്പോഴത്തേക്കും താൻ ഇത്രയും നാളും ഒരു വെട്ടിയാവുകയായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന നേരത്തെ ചന്ദ്രയ്ക്ക് ദേഷ്യം അടക്കാനാവാതെ തന്നെ ശ്രുതിനെ തല്ലി അവിടുന്ന് പുറത്താക്കി വിടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു പ്രശ്നം ഭയങ്കര വഷളാവുകയാണ്. സച്ചി രേവതി ശരിക്കും പറയുന്നത് ശ്രുതി കള്ളത്തരമാണ് കാണിക്കുന്നത്, അതൊന്നും എല്ലാവരോടും തുറന്നു പറയണമെന്നൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പ്രശ്നം ഇത്രയും വലിയ വഷളാകുമെന്ന് അവരും ചിന്തിക്കുന്നില്ല. അങ്ങനെ ശ്രുതി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് രവിയും അതുപോലെ തന്നെ സച്ചി രേവതിയൊക്കെ ഇടപെടുന്നുണ്ടെങ്കിൽ ചന്ദ്ര തന്റെ വാച്ചിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. ചന്ദ്ര ഒരു വാക്ക് പറഞ്ഞ ആ ഒരു തീരുമാനത്തിൽ മാറാത്ത ശ്രുതിയാകട്ടെ ശ്രുതിനെ തിരിച്ച് വിളിക്കാനും പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഒത്തുതീർപ്പാക്കണമല്ലോ. ഏറ്റവും നല്ല ആളെന്നത് അച്ഛമ്മയാണെന്നുള്ളത് സച്ചിക്ക് അറിയാം. സച്ചി അപ്പം തന്നെ ഈ ഒരു രേവതിയോട് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് എന്തായാലും സച്ചിയുടെ അടുത്തായിട്ടൊന്നും പറയുന്നും വേണ്ട, അതിന് അച്ഛനോട് ഈ ഒരു കാര്യം സൂചിപ്പിക്കുക, എന്നിട്ട് നമുക്ക് അച്ഛൻ്റെ സമ്മതത്തോട് തന്നെ അച്ഛമ്മയോട് പറയാമെന്നും പറഞ്ഞുകൊണ്ട് ഇരുവരും രവിയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് തന്നെ രവി പറയാണ് കേട്ടോ. ഇവരെന്താണ് പറയാനുള്ളത് ആ ഒരു കാര്യം രവി പറയുന്നുണ്ട്. ഈ ഒരു പ്രശ്നം ഒത്തുതീർപ്പാകണമെന്നാണെങ്കിൽ അമ്മ എല്ലാ സത്യങ്ങളും അറിയണം, അമ്മ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി വേഗം വേണ്ടി അച്ഛൻ ഞാനിപ്പോൾ രേവതിയോട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എത്രയും വേഗം അച്ഛമ്മ ഇങ്ങോട്ടേക്ക് വിളിച്ച് വരുത്താമെന്നും പറഞ്ഞുകൊണ്ട് സച്ചി പോകാനിരിക്കുന്ന നേരത്തെ രവി പറയുന്നത് നീയായിട്ട് പോകേണ്ടല്ല, ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാം, എൻ്റെ അമ്മയോട് എനിക്ക് എല്ലാ സത്യങ്ങളും തുറന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് രവി തന്നെയാണ് കേട്ടോ അച്ഛമ്മയെ വിളിച്ചുകൊണ്ട് വരുന്നത്. ഇതിനിടയിൽ തന്നെ രേവതിയോട് വിശേഷങ്ങൾ തിരക്കുന്നതിന് വേണ്ടി വർഷ വിളിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം അറിയുകയും വർഷ എത്രയും വേഗം തന്നെ അതായത് ഈ ഒരു പ്രശ്നം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി അച്ഛമ്മയെ വിളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ശ്രുതിയും ചന്ദ്രയും തമ്മിൽ ഉടക്കി എന്നൊക്കെ അറിയുമ്പോഴത്തേക്കും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആ ഒരു ആകാംക്ഷയോട് കൂടി തന്നെ പകുതിക്ക് വെച്ച ടൂർ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തിട്ട് ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ട് തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് പക്ഷേ വീട്ടിലേക്ക് എത്തുന്ന തൊട്ട് മുന്നേ തന്നെയാണ് അച്ഛമ്മയെ വീട്ടിലേക്ക് വരുന്നത്. അതിനുശേഷം ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രുതിനെ വിളിച്ചു വരുത്താൻ പറയുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടി ചന്ദ്ര ഭാമയുടെ വീട്ടിലേക്കൊക്കെ പോകുന്നുണ്ട്. ശേഷം ഈ ഒരു പ്രശ്നം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി അച്ഛമ്മ ശ്രുതിയെയും അതുപോലെ തന്നെ ചന്ദ്രയും തിരികെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ആ ഒരു പ്രശ്നം ഗംഭീരയിലാക്കാനൊക്കെയാണ് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഭാഗം നമുക്ക് വരാതിരിക്കുന്നതാണ്. ഇതിൻ്റെ കണ്ടിന്യൂസ് വരുന്ന ഭാഗം നാളത്തെ ഭാഗത്തിന് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്യരുത്. എല്ലാവരും തന്നെ വീഡിയോ കാണാനും കൂടുതൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.